أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنشأنا من بعدهم قرونا آخرين ما تسبق من أمة أجلها وما يستأخرون ثم أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. ഈ സൂറത്തിലെ 42, 43, 44 3 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أنشأنا من بعدهم قرونا آخرين. ثم أنشأنا, പിന്നീട് നാം വളർത്തിക്കൊണ്ടുവന്നു. മിൻ ബഅദിഹിം, അവർക്ക് ശേഷം. ഖുറൂനൻ ആഖരീൻ, വേറെ അഥവാ മറ്റ് തലമുറകളെ. അവർക്ക് ശേഷം മറ്റ് തലമുറകളെ നാം വളർത്തിക്കൊണ്ടുവന്നു. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ, ഒരു സമുദായവും അതിൻ്റെ പരിധി വിട്ട് മുന്നോട്ട് പോവുകയില്ല. വമാ യസ്തഖിറൂൻ, അതേപോലെ തന്നെ പിന്നോട്ടും പോവുകയില്ല. ഒരു സമുദായവും അതിൻ്റെ പരിധി വിട്ട് മുന്നോട്ടോ പിന്നോട്ടോ പോവുകയില്ല. സുമ്മ അർസൽന റുസുലന തത്ര, പിന്നീട് നാം ദൂതന്മാരെ അയച്ചു, ഒന്നിന് പിറകെ മറ്റ് ഒന്ന് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തുടരെയായിട്ട്. പിന്നീട് നാം തുടരെയായിട്ട് പ്രവാചകന്മാരെ അയച്ചു. കുലമാ ജാഅ ഉമ്മത്തൻ റസൂലുഹ, ഓരോ സമുദായത്തിലേക്കും ദൂതന്മാർ വരുന്ന സമയത്ത് കദ്ദബൂഹു, അവർ അദ്ദേഹത്തെ കളവാക്കി. പിന്നീട് ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ആ സമുദായത്തിലേക്കൊക്കെ ദൂതന്മാർ വരുമ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഅത്ബഅനാ ബഅദഹും ബഅദൻ, നാം അവർക്ക് ഒന്നിന് പിറകെ മറ്റൊന്നായി നാം അവർക്ക് നാശം വരുത്തി, നാം അവരെ നശിപ്പിച്ചു. വജഅൽനാഹും അഹാദീസ, പിന്നീട് അവരെ നാം സംസാര വിഷയമാക്കി തീർത്തു. വെറും ഏട്ടിലൊതുങ്ങി എന്നർത്ഥം. അവരെല്ലാം അതോടുകൂടി വെറും സംസാരത്തിൽ ഒതുങ്ങേണ്ടി വന്നു. ഫബുഅദൻ ലിഖൗമിൻ ലാ യുഅ്മിനൂൻ, അതിനാൽ വിശ്വസിക്കാത്ത ജനം, അവർക്ക് വലിയ നാശം. അതിനാൽ വിശ്വാസികളല്ലാത്ത ജനങ്ങൾക്ക് സർവത്ര നാശം. ഇവിടെ ആദ് സമുദായത്തെയാണ് പറ്റിയാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ അതിനുശേഷം വീണ്ടും ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് അയച്ചു. അവരൊക്കെ തന്നെയും അവരുടെ ജനത്തോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഏതൊക്കെ ദൂതന്മാർ എവിടെയൊക്കെ എത്തിയോ അവരൊക്കെ, ആ ജനങ്ങൾ പൊതുവെ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ നിഷേധിക്കാനുണ്ടായത്. പെട്ടെന്ന് അദ്ദേഹത്തിന് പിന്നാലെ പോകുന്ന സ്വഭാവം അവർക്കൊന്നും ഉണ്ടായിരുന്നേയില്ല. ഒന്നിന് പിറകെ മറ്റൊന്നായി അള്ളാഹു ഇവരിലേക്കൊക്കെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ ദൂതൻ വരുന്ന സമയത്തും അവർ അദ്ദേഹത്തെ ധിക്കരിക്കുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. അതിലൊരു പക്ഷേ
സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം ഉണ്ടാകും. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ഉണ്ടാകും. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുണ്ടാകും. ഇവരൊക്കെ ഈ പറഞ്ഞ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷമാണ് ഇവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവരൊക്കെ ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അവരുടെ ആളുകളിൽ പ്രബോധനം നടത്തി അവരെ ദീനിൻ്റെ യഥാർത്ഥ പന്താവിലേക്ക് ക്ഷണിക്കാൻ ഒരുങ്ങി. പക്ഷേ ആ നാട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ജനത അതിൽ നിന്ന് കുതറി ഓടുകയും ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു സമുദായവും അതിൻ്റെ അവധി വിട്ട് മുന്നോട്ട് പോവുകയോ പിന്നോട്ട് പോവുകയോ ചെയ്തില്ല. ഒരുപാട് സമൂഹത്തെ അള്ളാഹു അയച്ചു. ഇത് അള്ളാഹു അയച്ച ഓരോ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും യഥാർത്ഥമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ വ്യക്തികൾ ആ വ്യക്തികളെ സമൂഹമാക്കി മാറ്റുമ്പം തുടരെയായിട്ട്, അങ്ങനെയാണ് തത്ര എന്ന പ്രയോഗം, തുടർച്ചയായിട്ട് വ്യക്തികൾ അയക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നർത്ഥം. ഒരു സമുദായത്തിന് ശേഷം വേറൊരു സമുദായം എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ സമുദായത്തെ ആ സമുദായത്തിലേക്കൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു. ഒരു സമുദായവും അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവാചകന്മാരെ കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഒരു പ്രവാചകനെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സമൂഹവും ഉണ്ടാവില്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 1,24,000 പ്രവാചകന്മാരെ ഈ ഭൂമുഖത്തേക്ക് അയച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയും അള്ളാഹുവിനെ എതിർത്ത് പറഞ്ഞു എന്നല്ലാതെ ആ പറയുന്ന സമയത്തേക്ക് അവരെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ തുമ്മ അർസൽനാ റസുലനാ തത്ര കുലമാ ജാഅ ഉമ്മത്തൻ റസൂലുഹ കദ്ദബൂഹു. ഓരോ ദൂതന്മാർ വരുമ്പോഴും ആ സമുദായം അദ്ദേഹത്തെ കളവാക്കി. അങ്ങനെ അത്ബഅന ബഅ്ദുഹും ബഅ്ദൻ, അവർക്ക് ശേഷം ഒരു വിഭാഗത്തിന് ശേഷം മറ്റൊരു വിഭാഗം എന്ന രൂപത്തിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചു. ആ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുകയും വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ വരാതിരിക്കുകയും വിശ്വാസികളായി വരുന്ന ആളുകളെ അവർ കൊല്ലാനും മർദ്ദിക്കാനും തുടങ്ങുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുകയും അതേപോലെ തന്നെ ഈ സമുദായങ്ങളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. വജഅൽനഹും അഹാദീസ, അങ്ങനെയൊക്കെ വെറും സംസാര വിഷയമായി മാറി. അവരെ നശിച്ചതിനെ സംബന്ധിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ അവർക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി. അതാണ് സംസാര വിഷയമായി തീർന്നു എന്നുള്ളത്. വെറും കടലാസിൽ ഒതുങ്ങിപ്പോയി എന്നർത്ഥം. വജഅൽനഹും അഹാദീസ, അങ്ങനെ അവരൊക്കെ സംസാര വിഷയമായി തീർന്നു. ഫബുഅദൻ ലിഖൗമിൻ ലാ യുഅ്മിനൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനത, അവർക്ക് എന്തുമാത്രം വലിയ നാശമാണ് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് ഒരുപാട് സമുദായങ്ങൾക്ക് ഇതുപോലുള്ള ശിക്ഷകൾ, മാരകമായ ശിക്ഷകൾ വന്ന് ഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അതടുത്ത തലമുറക്ക് പ്രചോദനമാവുകയോ അവർ പിന്നീട് വിശ്വസിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. അവരും ആ ദൂതന്മാരെ അവഹേളിക്കുകയും അവരെ കുറ്റം പറയുകയും ചെയ്യുകയായിരുന്നു പതിവ് എന്നുള്ളത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.